കഴിഞ്ഞ വ്ലോഗിൽ പറയാൻ വിട്ടുപോയി. ഇതാണ് ഞങ്ങൾക്ക് ഗ്രഹാൻഡ് വില്ലേജിൽ ഏർപ്പാടാക്കിയ ഹോം സ്റ്റേ. ഇതിൽ 2 റൂമുണ്ട്. ഒരു റൂമിൽ 4 പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഇത് പിറ്റേന്ന് അങ്ങനെ ഞങ്ങൾ എണീറ്റു. ഡേ 4ൻ്റെ അന്ന് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങി. വില്ലേജൊക്കെ ഒന്ന് നടന്ന് കണ്ടു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പറാത്തയും അച്ചാറും തൈരുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ആരും മര്യാദയ്ക്ക് കഴിച്ചില്ല. പിന്നെ തിരിച്ച് ഞങ്ങൾ ഗ്രഹാൻഡ് വില്ലേജിൽ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയപ്പോൾ ജീപ്പിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കായിരുന്നു ഇപ്രാവശ്യം പുറകിലിരിക്കാനുള്ള അവസരം ലഭിച്ചത്. വളരെ സുഖമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞങ്ങളങ്ങനെ ഫൈനലി കുളുവിൽ തിരിച്ചെത്തി. കുളുവിൽ ആ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ ഞങ്ങൾ നിർത്തിയല്ലോ, അവിടെ തന്നെയാണ് ഞങ്ങൾ പിന്നെയും വന്നത്. ഇവിടെ പുറമേ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടല്ലോ, അകത്ത് അടിപൊളിയായിട്ടോ. ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോസ് വീഡിയോസൊന്നും എടുത്തില്ല. അതിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. നല്ലതാണ്, മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഷോൾ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഇതുപോലത്തെ സാധാ കടയിലാണ് കൊണ്ടുവന്നത്. ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങളാരും കയറിയില്ല. പിന്നെ റാഫ്റ്റിംഗ് ആയിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന വെച്ചിട്ട് സാധനം. സ്കൂൾഡ് വാട്ടർ ആയിരുന്നു ഞങ്ങളുടെ മേത്തേക്ക് അടിച്ച് വീണോട്ടുന്ന അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി എനിക്ക് ഇതേപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ഇങ്ങനെ ഫോട്ടോക്ക് പോസ് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നല്ല പേടിച്ചാൽ നിന്നിരുന്നു. വെച്ചാൽ റാഫ്റ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പായി. ഞങ്ങൾ അവസാനം KFC കണ്ടിട്ട് KFC കയറിയിട്ട് നല്ല ഫുഡടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മണാലിയിലെ ഹോം സ്റ്റേയിലേക്കായിരുന്നു. ഹോം സ്റ്റേ അല്ല, ഹോട്ടൽ സ്റ്റേ ആയിരുന്നു. ഇത് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തൊരു സ്റ്റേ ആയിരുന്നു. കാരണം ഫൈനലി ഒരു നല്ലൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഒട്ടും മീറ്റ് ചെയ്തില്ല. 2 റൂം 6 പേർക്കും കൂടി എന്തായാലും തികയില്ലായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഫോൺ വിളിച്ച് കുറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ നല്ലൊരു 3 റൂം റെഡിയാക്കി തന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം മണാലി നൈറ്റ് സ്റ്റേ ഇതാക്കണം. മണാലി മാർക്കറ്റ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. മണാലി ടൈം അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല.